നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ചോറോട്ടൂരിൽ രണ്ടുപേരെ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. 2 പുരുഷന്മാരുടെ മൃതദേഹമാണ് ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തിയത്. ട്രെയിനിൽ നിന്ന് വീണതാകാമെന്ന് സംശയം. മണ്ണാർക്കാട് പാതാക്കര മലയിടിച്ച് റോഡ് വെട്ടുന്നതിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന താലൂക്ക് വികസന സമിതിയുടെ തീരുമാനം നടപ്പായില്ല. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് തഹസിൽദാർ. അടുത്ത ദിവസം കളക്ടർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ. പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിലെ പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണികൾക്കായി ബുധനാഴ്ച അടയ്ക്കും. ഫെബ്രുവരി 9 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് ഭൂമിയിലെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നഗരസഭയ്ക്ക് അവകാശമില്ല. നടത്തിപ്പും ചുമതലയും പൂർണ്ണമായും ക്ഷേത്രം അധികാരികൾക്ക് നൽകി ഹൈക്കോടതി. കേന്ദ്രത്തിൽ നഗരസഭയുടെ പേര് വെച്ചത് നിയമപരമായി അംഗീകരിക്കാനാവില്ലെന്നും കോടതി. പെരിന്തൽമണ്ണയിൽ മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നഗരസഭ. ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനികവൽക്കരിക്കും. പദ്ധതി പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം ചോറോട്ടൂരിൽ 2 പേരെ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. 35ഉം 45ഉം വയസ്സ് പ്രായം തോന്നിക്കുന്ന 2 പുരുഷന്മാരുടെ മൃതദേഹമാണ് ട്രാക്കിനരികിൽ കണ്ടെത്തിയത്. ചിതറിയ നിലയിലാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതര സംസ്ഥാനക്കാരാണ് ഇവരെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. യാത്രക്കിടെ ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതാകാമെന്ന് സംശയിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം 2 മൃതദേഹങ്ങളും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണാർക്കാട് പാതാക്കര മലയിടിച്ച് റോഡ് വെട്ടുന്നതിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന താലൂക്ക് വികസന സമിതിയുടെ തീരുമാനം നടപ്പിലായില്ല. വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ലഭിച്ചിട്ടില്ലെന്ന് തഹസിൽദാർ. ചേലേങ്കരയിലെ പച്ചക്കാട് കോളനിയിലെയും സമീപത്തെയും 100-ലേറെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്ന വിധത്തിലുള്ള റോഡ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ PR സുരേഷ് ആവശ്യപ്പെട്ടിരുന്നു. അടിയന്തരമായി പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതുവരെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്ന് തഹസിൽദാർ അറിയിച്ചു. ചേലേങ്കര പച്ചക്കാട് ഭാഗത്തു നിന്നാണ് പാതാക്കര മലയിലേക്ക് റോഡ് നിർമ്മിക്കുന്നത്. 15 അടിയോളം ആഴത്തിലും 20 അടി വീതിയിലും കുന്നിടിച്ചാണ് റോഡ് നിർമ്മാണം. കനത്തൊരു മഴ പെയ്താൽ കുന്നിളകി താഴത്തെ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തും. മാത്രമല്ല, പാതാക്കര മലയുടെ താഴ്ഭാഗത്തെ കിണറുകളിലെ ജലനിരപ്പിനെയും കുന്നിൻ മുകളിലെ റോഡ് നിർമ്മാണം ബാധിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മലയിലെ കോറിയിലെ വെള്ളത്തിൽ പോലും ചെറിയ വ്യത്യാസം അനുഭവപ്പെട്ടാൽ പോലും കിണറുകളിൽ അത് പ്രതിഫലിക്കാറുണ്ട്. 2018-ലെ പ്രളയത്തിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പച്ചക്കാട് നിവാസികളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിൽ റോഡ് നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം. റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടും നടപടി വൈകുന്നതിൽ ആശങ്കയുണ്ടെന്നും അടുത്ത ദിവസം കളക്ടർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് ഭൂമിയിലെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നഗരസഭയുടെ പേര് വച്ചത് നിയമപരമായി അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ചുമതല ക്ഷേത്രാധികാരികൾക്കായിരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം കെട്ടിടത്തിൽ നഗരസഭയുടെ പേര് വെച്ചത് ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദി നേതാവ് PN ശ്രീരാമൻ നൽകിയ ഹർജിയിലാണ് ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നടത്തിപ്പും ചുമതലയും ക്ഷേത്രാധികാരികൾക്കായിരിക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പൊതു ഉപയോഗത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിപ്പും പരിപാലനവും നിർവഹിക്കുന്ന ശുചിമുറി കോംപ്ലക്സുകൾ ദേവസ്വം വക ക്ഷേത്രഭൂമിയിൽ അനുവദനീയമല്ലെന്നും ഉത്തരവിൽ പറയുന്നു. ക്ഷേത്രഭൂമിയിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പണിയാൻ ക്ഷേത്രം ട്രസ്റ്റിയും നഗരസഭയും തമ്മിലുണ്ടാക്കിയ കരാർ ചോദ്യം ചെയ്തായിരുന്നു PN ശ്രീരാമൻ ഹർജി നൽകിയിരുന്നത്. ഹർജിയിൽ ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് G ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നടത്തിപ്പ് ചുമതല ക്ഷേത്രാധികാരികൾക്കായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് അന്തിമമാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത്. കരാർ പ്രകാരം നടത്തിപ്പ് പരിപാലന ചുമതല നഗരസഭയ്ക്കാണെന്നും ഇതിന് കുടുംബശ്രീയെ നിയോഗിക്കാൻ അവകാശമുണ്ടെന്നും നഗരസഭ വിശദീകരിച്ചെങ്കിലും ക്ഷേത്രം വക 5 സെന്റ് ഭൂമിയാണ് ഉപയോഗിച്ചതെന്ന് കരാറിൽ വ്യക്തമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് നഗരസഭയ്ക്ക് ചിലവായ തുകയുടെ കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് 2 മാസത്തിനകം ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം ടോയ്ലറ്റ് സമുച്ചയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ഹൈക്കോടതി തടസ്സമൊന്നും പറഞ്ഞിട്ടില്ലെന്നും നഗരസഭ ഇതൊരു ബിസിനസ്സായി കാണുന്നില്ലെന്നും നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പറഞ്ഞു. ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ വിധി. ഇതിൽ മറ്റു നടപടികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വിധി പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്നും ചെയർമാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 30-ന് മന്ത്രി MP രാജേഷാണ് ഈ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിലെ പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണികൾക്കായി ബുധനാഴ്ച മുതൽ അടച്ചിടും. ജനുവരി 10 മുതൽ ഫെബ്രുവരി 9 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. വാഹനയാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗിക്കണം.
അടിയന്തര അറ്റകുറ്റപ്രവൃത്തികളുടെ ഭാഗമായാണ് പുലാമന്തോൾ പാലം ജനുവരി 10 മുതൽ ഫെബ്രുവരി 9 വരെ അടച്ചിടുന്നത്. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കൊളത്തൂർ, പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ കട്ടുപ്പാറ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഇട്ടക്കടവ് പാലം വണ്ടുംതറ വഴി കൊപ്പം ജംഗ്ഷനിൽ എത്തണം. കൊളത്തൂർ, വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കൊപ്പം ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകണം. പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇട്ടക്കടവ്, കട്ടുപാറ വഴിയും പാലോളിക്കുളമ്പ് പാലം വഴിയും യാത്ര ചെയ്യണമെന്നാണ് അറിയിപ്പ്. പാലത്തിന് മുകളിലെ ജോയിന്റ് സ്പാനുകളുടെ തകർച്ച പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത്. 53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ. ഇതിന്റെ ഭാഗമായി പാലത്തിന് മുകളിലെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. ഇനി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള പ്രവൃത്തികളാണ് നടപ്പാക്കാനുള്ളത്. എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് പുതിയത് സ്ഥാപിക്കണം. തുടർന്ന് കോൺക്രീറ്റ് പ്രവൃത്തികളും നടപ്പാക്കാനുണ്ട്. ഇതിനാണ് 1 മാസക്കാലം വേണ്ടിവരുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനികവൽക്കരിക്കാൻ പദ്ധതി. വിവിധ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മികച്ച മാലിന്യ സംസ്കരണ സംവിധാനമാണ് പെരിന്തൽമണ്ണ നഗരസഭയിലുള്ളത്. നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ പദ്ധതി തുടങ്ങി. 2023-2024 സാമ്പത്തിക വർഷത്തിൽ KSWMP പദ്ധതിയിൽപ്പെടുത്തി വിവിധ പ്രവൃത്തികൾ പൂർത്തിയാക്കും. പദ്ധതി പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. വെയ്റ്റ് ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും ചെയർമാൻ നിർവഹിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചു. മാലിന്യ ശേഖരണവും സംസ്കരണവും ആധുനിക സംവിധാനങ്ങളോടെ കാലോചിതമായി പരിഷ്കരിക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും അത്യന്താധുനികമായി ഈ സംവിധാനങ്ങളെ കൊണ്ടുപോകണം. മാലിന്യ സംസ്കരണം കാലോചിതമായി കൊണ്ടുപോകണമെന്നത് നഗരസഭാ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. അത് അങ്ങനെ പ്രയോറിറ്റി കൊടുക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് നാളെ ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിച്ചതുപോലെ തന്നെ അതിനേക്കാൾ ഭംഗിയായി ജീവിക്കണമെങ്കിൽ നമ്മുടെ പരിസ്ഥിതി മലിനമാകാതെ വളരെ സുന്ദരമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, കൈമാറേണ്ടത്. അതാണ് ആ പ്രയോറിറ്റിക്ക് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നഗരസഭ ഉണ്ടായ കാലത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. നഗരസഭ ഉണ്ടാകുന്ന സമയം ആ സമയത്തെ എക്യുപ്മെൻറ്റും ആ സമയത്തെ സംവിധാനങ്ങളും പോരാ. ഇന്ന് കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മെഷീനറികൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി വേണം ഇന്നത്തെ കാലത്തെ മാലിന്യ സംസ്കരണം നടത്താനെന്നുള്ള ബോധ്യമാണ് നഗരസഭയ്ക്ക് ഉള്ളത്. വൈസ് ചെയർമാൻ എ നസീറ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ഷാൻസി, അമ്പിളി മനോജ്, കെ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി മിത്രൻജി, ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ, കൗൺസിലറും ഹരിതകർമ്മസേന കോർഡിനേറ്ററുമായ PS സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കൗൺസിലർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സുരക്ഷാ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജീവൻ രക്ഷ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് സദാസമയവും രംഗത്തിറങ്ങുന്ന ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിനെ ചടങ്ങിൽ അനുമോദിച്ചു. അജൈവ മാലിന്യം തരംതിരിക്കാൻ സോർട്ടിംഗ് ടേബിൾ, വെയ്റ്റിംഗ് മെഷീനുകൾ, വെയ്റ്റ് ബ്രിഡ്ജ്, നിരീക്ഷണ ക്യാമറകൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടുന്ന പദ്ധതികളാണ് ഇപ്പോൾ നഗരസഭ പ്ലാന്റിൽ നടപ്പിലാക്കിയത്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പദ്ധതികൾക്കായി 1,48,87,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആധുനിക വെയ്റ്റ് ബ്രിഡ്ജ് മെഷീൻ വരുന്നതോടെ 60 ടൺ വരെയുള്ള അജൈവ മാലിന്യങ്ങൾ അളവ്, തൂക്കം ഉറപ്പുവരുത്താൻ സാധിക്കും. സുരക്ഷാ ഉപകരണങ്ങളും സോർട്ടിംഗ് ടേബിളും ഹരിതകർമ്മസേനാംഗങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകും. നിർമ്മാണം മുടങ്ങിയ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിന്റെ പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന് N ഷംസുദ്ദീൻ MLA കിഫ്ബി അധികൃതരുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തി പുനരാരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ടിപ്പു സുൽത്താൻ റോഡ് പ്രവൃത്തി മുടങ്ങിയത് മൂലം നാട്ടുകാരുടെ പ്രയാസങ്ങൾ അധികൃതരെ ബോധ്യപ്പെടുത്തിയതായി അറിയിച്ചു. റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകുമെന്ന് അധികൃതർ MLAയെ അറിയിച്ചു. കോങ്ങാട് മുതൽ പള്ളിക്കുറുപ്പ് വരെ റോഡിൽ BMA ചെയ്തിട്ടുണ്ട്. പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് ടൗൺ വരെ കൽവർട്ടുകളുടെയും അഴുക്കുചാലുകളുടെയും നിർമ്മാണം പൂർത്തിയായെങ്കിലും ടാറിംഗ് എവിടെയും എത്തിയിട്ടില്ല. നിലവിൽ നവീകരണം പൂർണ്ണമായും നിലച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. അടയ്ക്ക മോഷണം. മണ്ണാർക്കാട് 4 പേർ അറസ്റ്റിൽ. മണ്ണാർക്കാട് പെരുമ്പടാരി കാഞ്ഞിരമ്പാടത്തെ കൃഷിയിടത്തിൽ നിന്ന് 100 കിലോ അടയ്ക്ക മോഷണം പോയ കേസിലാണ് അറസ്റ്റ്. പെരുമ്പടാരി കാഞ്ഞിരമ്പാടം അജയൻ, പള്ളിക്കുറുപ്പ് മടത്തറ മുസ്തഫ, കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന് മുണ്ടമ്പാടം സുരേഷ്, പെരുമ്പടാരി കിഴക്കുംപുറം കോളനിയിലെ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞിരമ്പാടത്തെ അടയ്ക്കത്തോട്ടം പാട്ടത്തിനെടുത്ത മുക്കണ്ണം പള്ളിവളപ്പിൽ മുഹമ്മദ് അലി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 100 കിലോ അടയ്ക്ക മോഷണം പോയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 7,26 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വികസന സെമിനാറിൽ അംഗീകാരം നൽകി. 2024-25 വർഷത്തെ പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ടാണ് കടമ്പളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. മലയാളി കാണുന്ന ഏറ്റവും മികച്ച ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ കേരള ഗവൺമെന്റ് എത്ര തന്നെ അധിക വിഭവ സമാഹരണം നടത്തിയാലും ഈ സ്വപ്നങ്ങൾ ആകെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതല്ല. അതിന് കേന്ദ്ര ഗവൺമെന്റ് നിലവിൽ തന്നതുപോലെയെങ്കിലുമുള്ള വിഹിതം നമ്മുടെ സംസ്ഥാനത്ത് അർഹതപ്പെട്ടത് നൽകിയാൽ മാത്രമേ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ അതിലൂടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്താൻ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർ ശ്രീകുമാരി, ബാലകൃഷ്ണൻ സി, നാരായണൻകുട്ടി, ശാംബുജം, സിൽവി ജോൺ, പി ബാലകൃഷ്ണൻ, സി കൃഷ്ണൻകുട്ടി, കെ രാമചന്ദ്രൻ, കെ ഉദയൻ, കെ ചന്ദ്രശേഖരൻ, സി ചന്ദ്രമോഹനൻ, ബി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലായി 7,26 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വികസന സെമിനാറിൽ അംഗീകാരം നൽകി. വ്യാജരേഖ ചമച്ചെന്ന ആരോപണം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് തന്റെ പേരിൽ വ്യാജ D&O ലൈസൻസ് ഉണ്ടാക്കി ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ വല്ലപ്പുഴ ബ്രാഞ്ചിൽ നിന്നും ലോൺ കൈപ്പറ്റിയെന്നാണ് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന യോഗം മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MT അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AA ജമാൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അസീബ് മാട്ടായ, പ്രസിഡന്റ് സിദ്ദിഖ് റഹീമി, വാർഡ് മെമ്പർ സിദ്ദിഖ്, മഷർ, സുഹൈൽ, നൌഷാദ്, സഫറുള്ള, ഉമർ MT, കോയ, CK ഷബീർ, യാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങള് നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ, ഉത്തമമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മെമ്പർ സിദ്ദീഖ് അടക്കമുള്ള നേതാക്കന്മാർ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ പോയിരുന്നത്. എന്നാൽ നമുക്കറിയാം 2020 അവർ ഭരണത്തിൽ വന്നതിന് ശേഷം എന്ത് വികസനമാണ് വല്ലപ്പുഴ പഞ്ചായത്തിലുണ്ടായി? യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല എന്ന് മാത്രമല്ല, വല്ലപ്പുഴയിലെ പ്രധാനപ്പെട്ട റോഡുകൾ നമുക്കറിയാം. CP മുഹമ്മദ് നന്നാക്കിയ റബ്ബറൈസ് ചെയ്ത തെങ്ങുംവളപ്പ് മുതൽ ദൂരക്കോട് വരെയുള്ള EW റോഡല്ലാതെ പെരിന്തൽമണ്ണ നഗരസഭയിലെ സേവനങ്ങൾ കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങി. കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി തയ്യാറാക്കിയ നഗരസഭയുടെ ആദ്യ പേയ്മെന്റ് റെസീറ്റ് ഗുണഭോക്താവിന് നഗരസഭാ ചെയർമാൻ പി ഷാജി കൈമാറി. പെരിന്തൽമണ്ണ നഗരസഭയുടെ സേവനങ്ങൾ കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലഭ്യമായി തുടങ്ങി. നഗരസഭാ ചെയർമാൻ പി ഷാജി ആദ്യ റെസീറ്റ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ A നസീറ, സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ്, അഡ്വക്കേറ്റ് ഷാൻസി, K ഉണ്ണികൃഷ്ണൻ, മൻസൂർ നെച്ചിയിൽ, നഗരസഭാ സെക്രട്ടറി മിത്രൻജി തുടങ്ങിയവർ പങ്കെടുത്തു. വിവാഹ, ജനന, മരണ രജിസ്ട്രേഷൻ, ബിൽഡിംഗ് പെർമിഷൻ, പ്രോപ്പർട്ടി ടാക്സ്, പണമിടപാടുകൾ, ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ്, പൊതുപരാതികൾ, ബിസിനസ് ഫെസിലിറ്റേഷൻ എന്നീ പ്രധാന സേവനങ്ങൾ കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. തിരുവാഴിയോട് മണ്ണാർക്കാട് പാതയിലെ കരിമ്പുഴ ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ കൂടുന്നു. സൂചനാ ബോർഡുകൾ ഇല്ലാത്തതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്ന് ട്രോമ കെയർ പ്രവർത്തകർ പറയുന്നു. നിലവിൽ കരിമ്പുഴ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് റോഡ് വീതിക്കുറവും തുടർന്ന് റോഡ് രണ്ടായി ഭാഗിച്ചുകൊണ്ടുള്ള ഡിവൈഡറുമാണ് വരുന്നത്. ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ പലപ്പോഴും ഡിവൈഡർ ശ്രദ്ധയിൽപ്പെടാതെ അവയിലിടിച്ചാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു വാഹനം മറികടന്നു വരുമ്പോൾ ഡിവൈഡർ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നവരും ജംഗ്ഷനിൽ അപകടത്തിൽപ്പെടുന്നു.
കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 2 ബൈക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഭാഗ്യം കൊണ്ട് യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുമ്പ് ഒരു ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഓട്ടോയിൽ ഇടിച്ച സംഭവവുമുണ്ടായി. 4 പ്രധാനപ്പെട്ട റോഡുകൾ കൂടിച്ചേരുന്ന ഈ ഭാഗത്ത് പലപ്പോഴും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാണ് വാഹനങ്ങൾ പോകുന്നതെന്ന പരാതിയും ഉണ്ട്. ഇവിടെ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ട്രോമാ കെയർ പ്രവർത്തകൻ മണി ആവശ്യപ്പെട്ടു. കരിമ്പുഴ സെൻറ്ററിൽ അപകടങ്ങൾ നിത്യ സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ 2 സൈഡിൽ നിന്ന് വരുന്ന റോഡുകൾ വളരെ വീതി കമ്മിയാണ്. കരിമ്പുഴ ജംഗ്ഷനിൽ വരുമ്പോൾ മാത്രം വീതി കൂടുക. ആ വീതി കൂടുന്നത് കറക്റ്റ് ഒരു ഡിവൈഡർ വെക്കാനുള്ള വലിപ്പമില്ല, നമ്മളെ ഈ സ്പേസ് പോരാ. അപ്പോൾ ഡിവൈഡർ വെച്ചതാണെങ്കിൽ അശാസ്ത്രീയമായിട്ടാണ്. അതൊരു യഥാർത്ഥത്തിൽ നിൽക്കേണ്ട ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യേണ്ട രൂപത്തിലല്ല നിൽക്കുന്നത്. അപ്പോൾ നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്ക് അത് പറ്റില്ല. കാരണം അയാൾക്ക് ഇടത്തു വശം ചേർന്നിട്ട് ഒരു വലിയ വണ്ടിയാണോ ഓടിക്കുകയെങ്കിലും വണ്ടി ഒടിഞ്ഞു കിട്ടില്ല. കാരണം അതിനുള്ള സ്പേസ് ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ നിയമം പാലിക്കാത്ത ഓവർടേക്ക് ചെയ്ത് മറുവശത്തു കൂടെ പോകുന്ന ആൾക്കാർ കൂടി കൂട്ടത്തിൽ വരുമ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി കൂടും. അപകടം നിത്യ സംഭവമാണ്. കാരണം നൈറ്റ് രാത്രി കാലങ്ങളിൽ ശരിക്കും ഡിവൈഡർ തെളിഞ്ഞു കാണില്ല. കാരണം ഈ റോഡിൽ ഡിവൈഡർ ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ വരുന്ന സ്ഥലത്ത് എവിടെയില്ല. പാലം കഴിഞ്ഞ ഉടനെ പാലം എന്ന് പറഞ്ഞാൽ വീതി കമ്മിയുള്ളതാണ്. പക്ഷേ ഡിവൈഡർ ഉള്ള സ്ഥലം എന്ന് വരുമ്പോൾ കുറച്ച് വീതി കൂടിയതാണ്. അതേമാതിരി മണ്ണാർക്കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വീതി കമ്മിയാണ്. വില്ലേജും പഞ്ചായത്ത് കഴിയുന്നവിടെ വീതി കമ്മിയാണ്. പക്ഷേ പെട്ടെന്ന് കരിമ്പുഴ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വീതി കൂടി വരുന്നതാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇൻഫർമേഷൻ വെക്കണം. ഒരു ഡിവൈഡർ ഉണ്ട് എന്നുള്ളതും ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി ഓടിക്കണം എന്നുള്ളത് വെക്കണം, ഇൻഫർമേഷൻ വെക്കണം. പക്ഷെ അത് വെച്ചിട്ടില്ല. വെക്കാത്തത് കാരണം നമുക്ക് അപകടങ്ങൾ നിത്യസംഭവമാണ്. കാരണം നമ്മൾ ഈ യാത്ര ചെയ്തു പോകുമ്പോൾ നൈറ്റിൽ കറക്റ്റ് അറിയില്ല. മഴയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിവൈഡറുകൾ അറിയില്ല. അവരെ കൂട്ടക്കടന്ന് വരുന്നൊരു വണ്ടി മണ്ണാർക്കാട്ടേക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഓടിക്കണം. അതിന് പറ്റില്ല. കാരണം അത് വെച്ച് തെറ്റായ ദിശയിലിരിക്കുന്നത്. ഉള്ള സ്ഥലത്ത് ഓടിച്ചു കഴിഞ്ഞാലോ റൈറ്റ് സൈഡ് കൂടെ ഡിവൈഡർ കൂടെ വണ്ടി കയറി മറിയും. കാരണം അങ്ങനെയാണ് ചെറിയ കാറുകൾക്കൊന്നും ഈ ഡിവൈഡർ ശ്രദ്ധയിൽ പെടില്ല. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പാലിയേറ്റീവ് രോഗികളോട് എങ്ങനെയെല്ലാം കരുണ കാണിക്കാമെന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് താഴേക്കൂട അരക്കുപറമ്പ് സ്വദേശി നടകളത്തിൽ മുഹമ്മദ് ഷാഫി. 4 വർഷമായി തൻ്റെ ഉടമസ്ഥതയിലുള്ള ARL ബസ്സിൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും ഷാഫി നീക്കിവെക്കുന്നത് കരിങ്കലത്താണി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കാണ്. നാട്ടിലെ നിരാലംബരും അശരണരുമായ പാലിയേറ്റീവ് രോഗികളുടെ ചികിത്സയ്ക്കായി താഴേക്കോട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കരിങ്കലത്താണിയിലേക്ക് തൻ്റെ ബസ്സിൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും നീക്കിവച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ വെട്ടത്തൂർ റൂട്ടിലോടുന്ന ARL ബസ് ഉടമ നടകളത്തിൽ മുഹമ്മദ് ഷാഫി. കഴിഞ്ഞ 4 വർഷവും ഓരോ ദിവസത്തെ കളക്ഷൻ ഷാഫി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്കായി മാറ്റിവെക്കാറുണ്ട്. സ്വകാര്യ ബസ് വ്യവസായ മേഖല പ്രതിസന്ധിയിലാണെങ്കിലും രോഗികളുടെ വേദന കാണാതെ പോകാൻ കഴിയില്ലെന്നാണ് ഷാഫി പറയുന്നത്. വർഷവുമുള്ള ഈ സഹായം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വലിയൊരു കൈത്താങ്ങ് തന്നെയാണ്. ഇത്തവണ 22,000 രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 2.5 ലക്ഷം രൂപ ഒരു മാസം ചിലവ് വരുന്നുണ്ട്. അതിലേക്ക് ഇത്തരത്തിലുള്ള ഷാഫിയുടെ ബസ് ഓടിയിട്ട് ഇന്ന് 22,000 ചില്ലാനം രൂപ ഇന്ന് സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ വലിയൊരു ആശ്വാസമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നഴ്സുമാരുടെയും വളണ്ടിയർമാരുടെയും സേവനത്തോടെ ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും കിടപ്പ് രോഗികൾക്ക് ഹോം കെയർ സൗകര്യം നൽകി വരുന്നുണ്ട്. ഫിസിയോതെറാപ്പി, മാനസിക രോഗികൾക്കുള്ള ചികിത്സയും ആഴ്ചയിൽ ഒരു തവണ ഡോക്ടറുടെ സേവനവും താഴേക്കോട് കരിങ്കലത്താണി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലുണ്ട്. ബസ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും ഡ്രൈവർമാർക്കും ഇതുമായി സഹകരിച്ച മുഴുവൻ വളണ്ടിയേഴ്സിനും അതോടൊപ്പം യാത്രക്കാർക്കും എല്ലാ തരത്തിലുള്ള നന്ദിയും കടപ്പാടും താഴേക്കോട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. മാനസിക രോഗികൾക്കുള്ള OP മാസത്തിൽ 2 തവണയും സൈക്കോളജിസ്റ്റിൻ്റെ സേവനം മാസത്തിൽ 4 തവണയും നൽകുന്നു. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന് പുറമെ കരിങ്കലത്താണിയോട് ചേർന്നുള്ള തച്ചനാട്ടുകര, ആലിപ്പറമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തിലെ ഭാഗങ്ങളും പ്രവർത്തനപരിധിയിലുണ്ട്. 400ഓളം രോഗികൾക്ക് നിലവിൽ ചികിത്സ എത്തിക്കുന്നു. കൂടാതെ ഇവർക്കുള്ള മരുന്നും സൊസൈറ്റി സൗജന്യമായി നൽകി വരുന്നു. ആനമങ്ങാട് പാറൽ വീട്ടിക്കാട് AMLP സ്കൂൾ 125-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. വിദ്യാഭ്യാസ സാംസ്കാരിക സെമിനാർ,
ഭക്ഷ്യമേള, കലാസാഹിത്യ, കായികമേളകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഗാനമേള, മാജിക് ഷോ തുടങ്ങിയ പരിപാടികൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. വിളംബര ജാഥയ്ക്ക് ആലിപ്പറമ്പ് പഞ്ചായത്ത് അംഗം കെ സജിത, പ്രധാനാധ്യാപിക കെ റയ്ഹാനത്ത്, PTA പ്രസിഡന്റ് CP ഷിഹാബുദ്ദീൻ, സ്റ്റാഫ് സെക്രട്ടറി ഉസൈൻ ബാറിൽ, PTA വൈസ് പ്രസിഡന്റ് PP ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണാർക്കാട് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ കാർഷിക വായ്പാ ഉത്സവം തുടങ്ങി. നാടിൻ്റെ വികസനം സഹകരണ ബാങ്കുകളിലൂടെ എന്ന ലക്ഷ്യം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് വായ്പാ ഉത്സവം നടത്തുന്നതെന്ന് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കാർഷിക സഹകരണ ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചെറുകിട കൃഷിക്കാർ, ക്ഷീരകർഷകർ, കോഴി വളർത്തുന്നവർ, മത്സ്യകൃഷി നടത്തുന്നവർ തുടങ്ങിയവർക്ക് 5 ലക്ഷം രൂപ വരെ 8.5% പലിശ നിരക്കിൽ 5 വർഷത്തെ കാലയളവിൽ വായ്പ നൽകും. ഭവന നിർമ്മാണം, അറ്റകുറ്റപ്പണി, വ്യവസായം തുടങ്ങിയവയ്ക്കും വായ്പകൾ ഉത്സവത്തിൻ്റെ ഭാഗമായി നൽകും. 10 ലക്ഷം രൂപ വരെ 8.9% സ്വർണ്ണപ്പണയ വായ്പാ സൗകര്യമുണ്ട്. നിലവിലെ വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് ഇരുചക്ര വാഹനം വാങ്ങാൻ 8.5% പലിശ നിരക്കിൽ 1.5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നുണ്ട്. കൂടാതെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങളും നൽകും. 68 കോടിയാണ് ബാങ്കിൻ്റെ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് നിലനിൽക്കുന്നത്. പിന്നെ ചെറുകിട കർഷകർ നിലവിലുള്ള വായ്പകൾ കൃത്യമായി അടയ്ക്കുന്നവർക്ക് നമ്മൾ 8% പലിശ നിരക്കിൽ ലോണ് കൊടുക്കുന്നുണ്ട്. സ്വർണ്ണപ്പണയ വായ്പ 1024 പൈസ തോതിലാണ് ലോണ് കൊടുക്കുന്നത്. വേറെ ഒന്നും നമ്മൾ സ്വർണ്ണപ്പണയ വായ്പയിൽ ഒന്നും തന്നെ ഈടാക്കുന്നില്ല. ഒരു വ്യക്തിക്ക് 10 ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പകൾ നൽകുന്നതാണ്. ചെറുകിട വ്യവസായങ്ങൾക്കും മറ്റും ലോണുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രസിഡന്റ് ആലിക്കൽ കുമാരൻ, സെക്രട്ടറി കെ മിനിമോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ സുനിൽ, കൃഷി ഓഫീസർ NP ഹസ്ന, T ഹനീഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം ചോറോട്ടൂരിൽ 2 പേരെ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. 2 പുരുഷന്മാരുടെ മൃതദേഹമാണ് ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തിയത്. ട്രെയിനിൽ നിന്ന് വീണതാകാമെന്ന് സംശയം. മണ്ണാർക്കാട് പാതാക്കര മലയിടിച്ച് റോഡ് വെട്ടുന്നതിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന താലൂക്ക് വികസന സമിതിയുടെ തീരുമാനം നടപ്പായില്ല. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് തഹസിൽദാർ. അടുത്ത ദിവസം കളക്ടർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ. പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിലെ പുലാമന്തോൾ പാലം അറ്റകുറ്റപ്പണികൾക്കായി ബുധനാഴ്ച അടയ്ക്കും. ഫെബ്രുവരി 9 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് ഭൂമിയിലെ ടേക്ക് ബ്രേക്ക് കേന്ദ്രം നഗരസഭയ്ക്ക് അവകാശമില്ല. നടത്തിപ്പും ചുമതലയും പൂർണ്ണമായും ക്ഷേത്രം അധികാരികൾക്ക് നൽകി ഹൈക്കോടതി. കേന്ദ്രത്തിൽ നഗരസഭയുടെ പേര് വെച്ചത് നിയമപരമായി അംഗീകരിക്കാനാവില്ലെന്നും കോടതി. പെരിന്തൽമണ്ണയിൽ മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നഗരസഭ. ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനികവൽക്കരിക്കും. പദ്ധതി പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.